ഇടവമാസത്തിലെ പൗർണമി വരുന്ന വിശാഖം നക്ഷത്രം മുതലാണ് വടക്കേ മലബാറുകാർ വൈശാഖമായി ആഘോഷിക്കുന്നത്. ഈ പുണ്യകാലത്താണ് ബാവലിപ്പുഴ കുത്തിയൊഴുകുന്നത്. അത് കൊട്ടിയൂരിലെ മണിത്തറയെയും വലം വയ്ക്കുന്നു. പുഴ പോലും പ്രദക്ഷിണം ചെയ്യുന്ന പുണ്യഭൂമിയാണ് കൊട്ടിയൂർ. ഇവിടെ സ്വയംഭൂവായ പരമശിവനെയും പാർവതിയെയും വലം വച്ച് ബാവലിപ്പുഴ ഒഴുകുന്നു. ഇത്തവണത്തെ കൊട്ടിയൂർ വൈശാഖോത്സവം മെയ് 29 ചോതിനാളിൽ നെയ്യാട്ടത്തോടെ ആരംഭിച്ചു. 2026 ജൂൺ 24 തൃക്കലശാട്ടത്തോടെ സമാപിക്കും. കുളിരണിഞ്ഞ സഹ്യനിൽ തഴുകിയെത്തുന്ന ഈ അരിവ ഇലകളിൽ പാദം സ്പർശിച്ച് പാർവതീ പരമേശ്വരന്മാരെ ദർശിക്കുമ്പോൾ ഭക്തന് സായുജ്യം, സുഹൃതമീ ദർശനം. വാദ്യമേളങ്ങളും നെയ്ത്തിരിനാളം ജ്വലിക്കുന്ന 3 കുത്തുവിളക്കും ജ്യോതിദണ്ഡും അകമ്പടിയായി ശ്രീ മഹാദേവൻ്റെ തിടമ്പേന്തി തലസ്ഥാനത്ത് നിന്നെത്തിയ യുവകരിവീരൻ അക്കാവിള വിഷ്ണുനാരായണനും ബാവലിപ്പുഴയിലൂടെ നടന്ന് മണിത്തറയ്ക്ക് പ്രദക്ഷിണം വച്ചു. തൃപ്പൂണിത്തറ വൃശ്ചികോത്സവത്തിലും തൃശ്ശൂർ പൂരത്തിലുമൊക്കെ പങ്കെടുത്തിട്ടുള്ള അക്കാവിള വിഷ്ണുനാരായണന് ബാവലിപ്പുഴയിലൂടെ കൊട്ടിയൂർ പെരുമാളിൻ്റെ തിടമ്പേന്തിയ ഈ എഴുന്നള്ളിപ്പ് ഒരു നവ്യ അനുഭവമായിരിക്കും. കൊട്ടിയൂർ വൈശാഖോത്സവം ജൂൺ 24 സമാപിക്കും. സ്ത്രീകൾക്ക് പ്രവേശനം ജൂൺ 20 ഉച്ചവരെ മാത്രമാണ്. ഓം നമഃ ശിവായ.